മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബയോഡൈവേഴ്സിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. ബയോഡൈവേഴ്സിറ്റി ബോർഡ് സാങ്കേതിക വിദഗ്ധൻ ഡോക്ടർ കെ എച്ച് അമിതാഭ് ബച്ചൻ, അശോകൻ എന്നിവർ ക്ലാസ് നയിച്ചു. BMC ബ്ലോക്ക് കൺവീനർ MS മോഹനൻ, ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കാലഘട്ടം മുമ്പ് വരെ മനുഷ്യൻ വിചാരിച്ചിരുന്നത് ഞാനും എൻ്റെ വീട്ടുകാരും തട്ടാനും മാത്രം മതിയെന്നായിരുന്നു. അതായത് നമ്മള് ഡയറക്റ്റ് ആശ്രയിക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഒരു ജീവി, ഇപ്പൊ കോഴിയാവട്ടെ, അല്ലെങ്കിൽ മാങ്ങയാവട്ടെ, നെല്ലാവട്ടെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്ന കുറച്ച് ഭക്ഷ്യ സാധനങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ ആളുകളോ നമ്മള് മതി, അല്ലെങ്കിൽ ഞാനും എൻ്റെ രാജ്യവും മതി ഈ ലോകത്ത് എന്നൊക്കെയായിരുന്നു മനുഷ്യന്റെ അറിവുകളും മനുഷ്യന്റെ ശാസ്ത്രമൊക്കെ മനുഷ്യനോട് തോന്നിക്കുന്നത്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പറ്റൂല. അതായത് ഒരു പക്ഷേ അറബിക്കടലിന്റെ തീരത്ത് ഒരു ഓയിൽ ടാങ്കിൽ മറിയുന്നു. ആ ഓയിൽ ടാങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സൂക്ഷ്മമായിട്ട് ജീവികൾ ഇല്ലാതാകുന്നത് കൂടി നമ്മളുടെ ഇവിടുത്തെ ഫിഷറീസിന്റെ പ്രൊഡക്ഷൻ തന്നെ ചിലപ്പോൾ മാറും. നഗരത്തിലൊരു ടൗണിൽ അല്ലെങ്കിൽ ഗൾഫിൽ യുദ്ധം നടക്കുമ്പോൾ അവിടുത്തെ പൊള്യൂഷൻ ഉണ്ടാവുന്ന പൊള്യൂഷൻ ഹിമാലയത്തിലെ മഞ്ഞുരുകുന്നതിന് കാരണമാവുകയും അത് അവസാനം തീരപ്രദേശത്തുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് മാറ്റേണ്ട 10 ലക്ഷം രൂപ പുനർഗ്രഹം പദ്ധതിയിലേക്കും വയനാട്ടിൽ നിന്ന് മൊത്തം തന്നെ ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ട തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാന ലാൻഡ്സ്ലൈഡ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് പരിണമിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ സത്യമായിട്ട് ലോകം അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് തുടങ്ങിയിട്ട് ഈ പരിസ്ഥിതി എന്നുള്ളൊരു സംഭവത്തിന് നമ്മൾ ഒരു പ്രാധാന്യം, സംരക്ഷണത്തിന് പ്രാധാന്യം വരുന്ന ആദ്യം വന്നിരുന്നു